കയറി ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തപ്പെടുന്ന പല സംഘടനകൾക്കും, അത് ഹമാസിനെ മാത്രമല്ല പല സംഘടനകൾക്കും ഖത്തർ ഫണ്ട് ചെയ്യുന്നുണ്ട്. പൈസ മാത്രമേ ഖത്തറിന്റെ കയ്യിലുള്ളൂ, മിലിറ്ററി ഇല്ല. ഐക്യരാഷ്ട്രസഭ അതിനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അതിനെ നിയമവിരുദ്ധം എന്ന് വിളിക്കുന്നു. ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. മോർ ആൻഡ് മോർ സ്ട്രോങ്ങർ. ഖത്തർ എന്നല്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. ആ ഒരു കണ്ടീഷനിലാണ് UN ഇരിക്കുന്നത്. UN ഈസ് ഇറലവന്റ്. അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് ഇത് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഗെയിം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമസ്കാരം, വാക്കി ടോക്കിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖത്തറില് ഇസ്രായേല് ഒരു ആക്രമണം നടത്തിയിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ഈ ഖത്തറിലെ ഈ ആക്രമണം കുറച്ചുകൂടി നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. കാരണം അത് ആൾക്കാർ വളരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ പൊതു സമൂഹത്തിലും ലോകം മുഴുവൻ ഈ ഹമാസിന് ഒരു ഇടം കൊടുക്കുകയും ഒത്തിരി തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഖത്തർ. അങ്ങനെ ഈ തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ട് വളരെ നിർലോഭമായി കൊടുക്കുക, അതായത് നല്ല സമ്പത്തുള്ള ഒരു രാജ്യമാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അവർ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. കൈക്കൂലി കൊടുത്താണ് പല കാര്യങ്ങളും അവർ നടത്തുന്നത്. ലോകകപ്പ് പോലും നേടിയത് കൈക്കൂലി കൊടുത്തിട്ടാണ്. അങ്ങനെ കൈക്കൂലി കൊടുത്തിരുന്ന ഒരു രാജ്യത്തെ സമാധാനത്തിന്റെ ഒരു പതാക വഹിക്കാനായിട്ട് ഖത്തറിനെ എന്തുകൊണ്ട് ഇത്തരം കാലം അമേരിക്കയും ഇസ്രായേലും ഒക്കെ അംഗീകരിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഖത്തറിൽ ധാരാളം മലയാളികൾ ഉണ്ട്, അത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ ഇത്ര ബുദ്ധിമുട്ടിലാക്കിയ ഒരു കാര്യം ഈ ഖത്തറിന്റെ ഫണ്ടിങ് തന്നെയാണ്. ഖത്തറിന് വേണമെങ്കിൽ അവരുടെ രാജ്യത്ത് തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തപ്പെടുന്ന പല സംഘടനകൾക്കും, അത് ഹമാസിനെ മാത്രമല്ല പല സംഘടനകൾക്കും ഖത്തർ ഫണ്ട് ചെയ്യുന്നുണ്ട്. കാര്യമായ ഫണ്ടിങ് ഉണ്ട്. ആ ഫണ്ട് ചെയ്യുന്ന മാത്രമല്ല, ഇപ്പം ഈ പാലസ്തീൻ എന്നൊരു രാജ്യം തന്നെ വേണമെന്ന് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് ഇസ്രായേൽ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു കാര്യം. കാരണം അവരൊരു രാജ്യമായി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ആയുധങ്ങൾ വാങ്ങാം, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാം, അവർക്ക് ഈ എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാം, വിമാനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതൊന്നും ഇല്ലാതെ തന്നെ അവർ ഒക്ടോബർ 7 നടത്തിയ ഒരു ആക്രമണം ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ്. പക്ഷെ ഇങ്ങനെ ഈ ഒരു സംഭവത്തെ പോലും ഈ ഇപ്പം യുഎന്നിന്റെ പോലും ഒരു സപ്പോർട്ട് ഈ പാലസ്തീനാണ് കിട്ടുന്നത്. പാലസ്തീൻ എന്ന് പറയാൻ പറ്റില്ല, ഹമാസിനാണ് കിട്ടുന്നത്. ഇപ്പം പാലസ്തീനിൽ തന്നെ മറ്റ് ചില സംഘടനകളെ മറ്റുള്ള ഇസ്രായേൽ പോലും അംഗീകരിക്കുന്ന പല സംഘടനകളുണ്ട്. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ അമേരിക്കയുടെ ഒരു നല്ല പിന്തുണ ഇല്ലാതെ, അമേരിക്കയാണ് ഖത്തറിനും മിഡിൽ ഈസ്റ്റില് അമേരിക്കയ്ക്ക് ഒത്തിരി ബേസുകളുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പം സൗദി അറേബ്യയിലുണ്ട്, ദുബൈയിലുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം സംരക്ഷിച്ചു നിർത്തുന്നത് അമേരിക്കയുടെ ഒരു കവചമാണ്. അപ്പം അതാണ് ഖത്തറിനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വ്യാകുലപ്പെടുത്തിയത്. അമേരിക്കയുടെ ഒരു അറിവില്ലാതെ ഖത്തറിൽ കയറി അടിക്കാനായിട്ട് ഇസ്രായേലിന് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം അയൺഡോം പോലെയുള്ള സംവിധാനങ്ങൾ, അമേരിക്കയുടെ സ്വന്തം സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഇത് അറിയാൻ താമസിച്ചു പോയി എന്ന് പറയുന്നത് ഒരു കള്ളത്തരമല്ലേ? അമേരിക്കയുടെ കൃത്യമായ അറിവോട് കൂടിയല്ലേ ഈ ഒരു ആക്രമണം നടന്നത്? എന്താണ് വിൻസൻ ചേട്ടൻ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നതാണെന്നാണ്. പ്രസിഡന്റിന് ഇപ്പം അങ്ങനെ പറയാനായിട്ട് ഡെഫിനറ്റ് ആയിട്ടും പല റീസൺസ് ഉണ്ട്. ഇപ്പം പ്രസിഡന്റ് ആ പ്ലെയിൻ മേടിച്ചപ്പോ, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത പ്ലെയിൻ മേടിച്ചപ്പോ, ഞാൻ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, പ്രസിഡന്റിന് അവരെ കൂടെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അവരുടെ ഒരു ഈഗോനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി US എയർഫോഴ്സിന്റെ പേരിൽ ഒരു പ്ലെയിൻ മേടിക്കുന്നത് നമ്മളതിനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാണുന്നു. ഒരു ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് പോയി പ്ലെയിൻ മേടിച്ചു. നമ്മൾ ട്രംപിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു ബിസിനസ്മാൻ ആണ്. എല്ലാ കാര്യങ്ങളും പ്രശ്നമൊന്നും ഇല്ലാണ്ട് നടന്നു പോകണം, സംഭവങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതിനുവേണ്ടി പുള്ളി ചെയ്ത, അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഞാൻ കണ്ട വേറൊരു കാര്യമാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ പുള്ളി ഒറ്റയടിക്ക് കയറി ഇടപെട്ടു എന്ന് പറഞ്ഞതും വാറില്ലാണ്ടാക്കി എന്ന് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറഞ്ഞതും എല്ലാം ഞാനതിനെ കാണുന്നത് ഇത്രേ ഉള്ളൂ. ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു വിതിൻ 1 week ദേ ആർ പ്ലാനിങ് ടു അറ്റാക്ക് ഇറാൻ. അപ്പൊ ആ സാഹചര്യത്തിൽ വേറൊരു വാർ അതിന് തൊട്ടടുത്ത രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്, അമേരിക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഒരു വിഘാതമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് എന്നല്ല, ആ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് പല സൂത്രങ്ങളും ഇതിനകത്ത് പ്രയോഗിക്കാം. അതിലൊരു സൂത്രമാവാം പ്രസിഡന്റ് ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ്
അമേരിക്കയുടെ ഒരു വലിയ ബേസ് ഉള്ള ഒരു സ്ഥലമാണ് ഖത്തർ. അവിടെ നടക്കുന്ന എല്ലാ മൂവ്മെന്റ്സും കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ജിൻസും പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ നാച്ചുറലി അമേരിക്ക അറിയാതെ ഖത്തറിന്റെ ഉള്ളിൽ കയറി ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ ഡോണ്ട് തിങ്ക് ഒരിക്കലും അവരത് അമേരിക്കൻ പ്രസിഡന്റോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റോ അംഗീകരിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അറിഞ്ഞിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് അവരൊരിക്കലും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഒത്തിരി ഇന്റർനാഷണൽ റിലേഷൻസിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു സമ്മതിക്കലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ സമ്മതിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇത്രയൊക്കെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിനെ വളരെ നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തില് ഈ ഒക്ടോബർ 7 കഴിഞ്ഞപ്പോൾ 2 വർഷമായല്ലോ, ഇപ്പൊ 2 വർഷമാകാൻ പോകുന്നു. ആ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ ഈ പല മധ്യസ്ഥ ശ്രമങ്ങൾക്കും ഖത്തറാണ് ഇതിന് മുൻകൈ എടുത്തത്. പക്ഷെ ഖത്തർ ഇതിനെല്ലാം ഫണ്ട് ചെയ്യുന്നുണ്ട്. ഖത്തർ ഫണ്ട് ചെയ്യുന്ന അൽ ജസീറ എന്ന് പറഞ്ഞ ചാനൽ വളരെ ഭയങ്കര പ്രൊപ്പഗൻഡ നടത്തുന്നുണ്ട്. എന്നാലും ഇവർക്ക് എല്ലാവരും ഇപ്പൊ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സഹിതം എല്ലാവരും ഈ ഒക്ടോബർ 7 മറന്നിട്ട് ഈ പാലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഒക്ടോബർ 7 എത്ര നീചമായിട്ട് വെറുതെ ഇരുന്ന സമാധാനപരമായിട്ട്, അതെനിക്കൊന്നും മിഡിൽ ഈസ്റ്റിലെ ആകെ ഒരു ഡെമോക്രസി ഉള്ള ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേലില്. അവിടെ കയറി അടിച്ച് കൊച്ചുങ്ങളെ, അതായത് ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ നിലത്തടിച്ച് കൊല്ലുകയും കഴുത്തിറക്കുകയും വളരെ ക്രൂരമായിട്ട് 1200 പേരെന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറല്ല, അത്ര ആൾക്കാരെ വകവരുത്തുകയും ഒരു അതിർത്തി കടന്നിട്ട് പാവങ്ങളെ വെടിവെച്ച് കൊല്ലുകയും കുടുംബം സഹിതം വെടിവെച്ച് കൊല്ലുകയും കഴുത്തിറക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ടും ഈ UN പോലും ഇതിന്റെ അകത്ത് ഇടപെടുന്നില്ല. ഇപ്പൊ UN ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഇതിനെതിരെ ഖത്തറിൽ നടന്ന റെസൊല്യൂഷൻ പോലും എനിക്ക് തോന്നുന്നു 10 പേരാണ് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ UN കുറിച്ച് ഇപ്പം ഇസ്രായേൽ വളരെ സ്റ്റെബേൺ ആയിട്ടുള്ള ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം UN പ്രസിഡന്റിനോട് വരെയും ഈ രാജ്യത്തേക്ക് വരണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം ഇസ്രായേൽ കാണിച്ചിട്ടുണ്ട്. കാരണം അവര് ഈ പറയുന്ന ഈ UN റെസൊല്യൂഷനിൽ ഇപ്പം എനിക്ക് തോന്നുന്നു സിറിയക്കെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെ ഒക്കെ ഓരോ റെസൊല്യൂഷൻ പാസ്സാക്കി. ഇപ്പൊ ഈ ലാസ്റ്റ് 2 വർഷത്തിനിടയ്ക്ക് ഇസ്രായേലിനെതിരെ 17 റെസൊല്യൂഷനാണ് പാസ്സാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ലോക രാജ്യങ്ങളിൽ UN എല്ലാം ഈ ഖത്തറിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും ഹമാസിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു തീരുമാനം ഇവർ എടുക്കുന്നതിന്റെ ഒരു കാരണം എന്താണ് ഷാജൻ? ഇതിപ്പോ ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ലല്ലോ ജിൻസ, ഇതൊരു പുതിയ കാര്യമല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം എത്രയോ വർഷങ്ങളായിട്ട് അതിന് ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ആ രാജ്യത്തെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ചരിത്രത്തിലേക്ക് ഈ ഇസ്രായേലിന്റെ ചരിത്രവും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും നമുക്ക് തികയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ആ ഇസ്രായേലിന്റെ അതുകൊണ്ട് ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ബോധവും ഇല്ലാത്ത കുറെ നമ്മുടെ നാട്ടിലിരിക്കുന്ന കുറെ സോഷ്യൽ മീഡിയ വേട്ടവളിയന്മാരെന്ന് തന്നെ പറയേണ്ടി വരും. അവന്മാരൊക്കെ എഴുതി പിടിപ്പിക്കുന്ന കാര്യം ചരിത്രത്തെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാതെ പാലസ്തീനെ കുറിച്ച് ഇവിടെ ഞാൻ ബേസിക്കലി പറയാം. ഇതിനകത്തിൽ ഇപ്പം ജിൻസ് പാലസ്തീൻ എന്ന് പറയുന്ന അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണേ, ഇതൊരു പാലസ്തീൻ ഇസ്രയേൽ ഇഷ്യൂവിനപ്പുറത്തായിട്ട് ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ. പാലസ്തീനുമായിട്ട് ഇഷ്യൂസ് ഉണ്ട്, ജിയോഗ്രഫിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒക്ടോബർ 7 അമേരിക്കയിലെ 9/11 തുല്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ആഴ്ച ചാർലി കിർക്കുമായിട്ട് ബന്ധപ്പെട്ട മരണത്തിന്റെ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസം 9/11 കൊമമറേഷനിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കിവിടെ എങ്ങനെ 9/11 ആയിരുന്നു അതുപോലെയാണ് അവർക്ക് ഒക്ടോബർ 7 എന്ന് പറയുന്നത്. അപ്പൊ ജിൻസ് പറഞ്ഞ ആ കാര്യമാണ് ഞാൻ അതുകൊണ്ട് ജിൻസ് അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. വളരെ നീചമായ രീതിയിൽ ഹമാസ് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ, ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല ഹമാസ് ചെയ്തിട്ട് ഇസ്രയേൽ അടങ്ങിയിരിക്കണമെന്ന് പറയാനായിട്ട് നമ്മുടെ നാട്ടിലെ മൗദൂദി ചാനൽ എന്ന് പറയുന്ന മീഡിയ വണ്ണിനെ കൊണ്ടൊക്കെ കഴിയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഇസ്രയേൽ അങ്ങനെയൊന്നും അടങ്ങിയിരിക്കില്ല. അവരുടെ രാജ്യത്ത് കയറി അവരുടെ പൗരന്മാരെ ആക്രമിച്ചിട്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെ റേപ്പ് ചെയ്ത് ക്രൂരമായിട്ട് അവരെ കൊലപ്പെടുത്തിയിട്ട് ഇസ്രയേൽ സമാധാനം പാലിക്കണമെന്ന് പറയാനായിട്ട് ഇവരുടെ ചെലവിലാണോ ഇസ്രയേൽ കഴിയുന്നത്? ഒന്നുമല്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് തൽക്കാലം അതവിടെ നിർത്തിയാണ്. ഈ ഗാസയിലുള്ള ഹമാസിന്റെ ഇഷ്യൂ അത്
ഹമാസ് കീഴടങ്ങാത്തിടത്തോളം കാലം ഇസ്രയേല് തോക്ക് താഴെ വെക്കില്ല, ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കില്ല, ഒരു സംശയം വേണ്ട. ഖത്തർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മളുടെ ടോപ്പിക് അതാണല്ലോ, ഖത്തറിൽ നടന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചർച്ച നടന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഖത്തർ ആ ഒരു സീസ് ഫയറിന് വേണ്ടി ഖത്തർ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ഖത്തർ ശ്രമിക്കുന്നു? അമേരിക്കയുടെ ഏറ്റവും നല്ലൊരു അലൈയാണ്, നോൺ നെയ്റ്റോ അലൈമാരിൽ ഏറ്റവും അമേരിക്കയുടെ സ്ട്രോങ്ങസ്റ്റ് അലൈയാണ് ഖത്തർ. അതുകൊണ്ട് ഖത്തർ അതിനകത്തിൽ ഈ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് ഖത്തർ അതിൽ ശ്രമിക്കുന്നു. ഖത്തർ അങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ ഖത്തർ ഹമാസിന്റെ നേതാക്കന്മാർക്ക് അവിടെ താമസിക്കുവാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഖത്തറിന് അതിനകത്തിൽ ഒരു സ്ട്രോങ് ഹാൻഡ് ഉണ്ട്. എന്തുകൊണ്ട്? ഹമാസിനെ ഒരു സൈഡിൽ പ്രൊട്ടക്ട് ചെയ്യും, ഹമാസിന്റെ നേതാക്കന്മാരെ ഒരു സൈഡിൽ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ മറു സൈഡിൽ അമേരിക്കയോട് ഖത്തറിന് പിണങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഖത്തർ അവിടെ ഒരു മാന്യന്റെ വേഷം ധരിച്ച് ഖത്തർ അവിടെ ഒരു ഡീലിന് വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഖത്തർ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വളരെ ചുരുക്കി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. അപ്പൊ ഇത്രയും നാളും ഖത്തർ ഇത് ചെയ്തിട്ടും ഈ സീസ് ഫയർ കാണാത്ത ഖത്തർ ഫ്രസ്ട്രേറ്റഡ് ആയി. ഇവര് വെക്കുന്ന ഡീലൊന്നും ഹമാസ് അംഗീകരിക്കുന്നില്ല. ഖത്തർ ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം ഇവിടെ സ്റ്റീവ് വിറ്റ്കോഫ് എല്ലാ ആഴ്ചയിലും ഖത്തറിൽ വിസിറ്റ് ചെയ്യുക, അവിടെ ചെന്ന് ഖത്തറിന്റെ അമീറുമായിട്ട് സംസാരിക്കുക, തിരിച്ച് ഇവിടെ വരിക, പ്രസിഡന്റ് ട്രംപ് സംസാരിക്കുക, മാർക്കോ റൂബിയോ സംസാരിക്കുക, ഇത്രയും എല്ലാം ചെയ്തിട്ടും ഇവന്മാർക്ക് ഈ തോന്നിവാസവും ഈ തെമ്മാടിത്തരവും നിർത്താനായിട്ട് ഹമാസിന് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു പോയിന്റിൽ ഖത്തറും പറഞ്ഞു, ഇനി എന്ത് വേണേലും കാണിച്ചോ, ഞങ്ങൾക്ക് ഇതിനകത്തിൽ ഒരു പങ്കുമില്ല എന്ന് ഖത്തർ പറഞ്ഞു. ഖത്തറിന്റെ ഞാനൊരു കാര്യം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഹമാസിന്റെ നേതാവായിരുന്ന ഹനിയ, ഇസ്മയിൽ ഹനിയയെ ഇറാനിൽ വെച്ചാണ് അമാര് തട്ടിക്കളഞ്ഞത്, ഇസ്രയേൽ തട്ടിക്കളഞ്ഞത്. ഖത്തറിൽ ആയിരുന്നു ഇത്രയും നാളും അയാള്. എന്നിട്ട് ഇസ്രയേൽ എന്തുകൊണ്ട് അവിടെ കയറി അടിച്ചില്ല? അത് ഖത്തറുമായിട്ട് അമേരിക്കയുടെ ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ ഇസ്മയിൽ ഹനിയയെ ഖത്തറിലായിരുന്നിട്ടും അവർ കൊല്ലാതെ വിട്ടത്. ഇറാനിൽ വെച്ച് അവർ കൊന്നു. പക്ഷെ ഇത്തവണ ഈ ഒക്ടോബർ 7 സൂത്രധാരൻ ഉൾപ്പെടെയുള്ളവർ ഖത്തറിലുണ്ട് എന്നറിഞ്ഞ് അമേരിക്കയ്ക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മുമ്പേ വിൻസെന്റ് പറഞ്ഞതുപോലെ അതൊരു വേറൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് തൽക്കാലം അങ്ങനെ വിടാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഖത്തറിന് ഇത് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ നിഷേധിക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറയുകയാണ്, ഖത്തർ പോലും ഒരു പക്ഷെ അറിഞ്ഞു കാണും ഇവന്മാരെ. കാരണം കഴിഞ്ഞ മണ്ടേല് ഇവിടെ ഗൾഫ് സമ്മിറ്റ് വിളിച്ചില്ലേ, ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കന്മാരെ എല്ലാം വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്തോ? ഇപ്പോഴും അവർക്ക് അപ്പൊ ഇതൊക്കെ ഒരു പടവാണ്. ആ നല്ല ടൈറ്റിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഖത്തറിന്റെ ഒളിസേവ എന്ന് പറയുന്നത് ഇക്കാര്യത്തിലും ഖത്തർ ഒളിസേവ കാണിച്ചു. ഇസ്രയേലിന് അമാർ ഒരു മൗനം പാലിച്ചിട്ട് കൊടുത്തിട്ട് ആ പൂശാവെങ്കിൽ പൂശിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് അത് ഇസ്രയേൽ കയറി അടിച്ചു. എന്നിട്ട് 3-4 എണ്ണമൊക്കെ തീർന്നു എന്ന് പറയുന്നു. അപ്പം ഈ ഹമാസിന്റെ നേതാക്കന്മാരെ കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നത് വരെ ഇസ്രയേൽ ഈ യുദ്ധം തുടരും, ഒരു സംശയം വേണ്ട. UN അല്ല, ഇനി അമേരിക്ക എതിർത്താലും ഇസ്രയേൽ ഇത് തുടരും, ഒരു സംശയം വേണ്ട. ഇത് ഷാജൻ ഇത് പറഞ്ഞു നിർത്തിയപ്പോഴത്തേനും അതിന്റെ എക്കോ ആയിട്ട് തന്നെ ഞാനും പറയാം. ഇപ്പൊ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം ഒരു നയതന്ത്ര റൂബിക്കോൺ പോലെ ഒരു കടന്നുപോയതുപോലെ എനിക്ക് തോന്നുന്നത്. ഒരു സ്വയം പ്രതിരോധത്തിന്റെ പേരില് ഒരു മധ്യസ്ഥനായിരുന്ന ഒരു മധ്യസ്ഥനായിട്ടുള്ള ഒരു മണ്ണിൽ കയറി ശത്രു നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സ്ട്രൈക്ക് നടത്തിയതായിട്ട് നമുക്ക് കാണാം. ഐക്യരാഷ്ട്രസഭ അതിന് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അതിനെ നിയമവിരുദ്ധം എന്ന് വിളിക്കുന്നു. ഇസ്രായേൽ അതിന് ആവശ്യമെന്ന് പറയുന്നു. നിയമസാധുതയ്ക്കപ്പുറം ഈ ഒരു ചോദ്യം തന്ത്രപരമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഹമാസിനെ ദുർബലപ്പെടുത്തിയോ അതോ വെടിനിർത്തലിനുള്ള ഒരു പാതയാണോ ദുർബലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യവും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇത് യുദ്ധത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലാണോ ഏക മാർഗമെങ്കില് നയതന്ത്രമാണോ ഏക മാർഗമെന്നും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ എന്താ പറയാ ഈ തിരഞ്ഞെടുത്ത മാർഗം ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചർച്ചകളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമം ആവശ്യമായിരുന്നിരിക്കണം. ഇനി ഇതല്ല, ഇത് സംരക്ഷിക്കുക, ഈ ചർച്ചകളെ സംരക്ഷിക്കുക എന്നാണ് പരമ ലക്ഷ്യമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അറ്റാക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
അല്ല സ്ട്രൈക്ക് തന്നെയാണ്, ഞങ്ങൾക്കിനി ഈ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങള് വെട്ടൊന്ന് തുണ്ട് രണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ എല്ലാ ഇടങ്ങളും ഒരു യുദ്ധക്കളമായി മാറുന്ന ഒരു രീതിയിലേക്ക് പോകും. അപ്പൊ ഈ ഖത്തറിന്റെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുതിർന്ന ഹമാസ് ആസ്ഥാനങ്ങളെയും ഹമാസിന്റെ നേതാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അപ്പൊ ഹമാസ് തങ്ങളുടെ നേതാക്കളെല്ലാം രക്ഷപ്പെട്ടു എന്ന് അവര് അവകാശപ്പെടുന്നുണ്ട് എന്നത്തെയും പോലെ. അത് എല്ലാ കാലത്തും അവർ അങ്ങനെ ഒരു അവകാശവാദമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പേര് കൊല്ലപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല. ഇതിലെ യുഎസിന്റെ പങ്ക് എന്താണെന്നുള്ളത് ഇതുവരെയും വ്യക്തമായി ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിൽ നിന്ന് നമുക്കൊന്ന് വ്യക്തമാവുന്നുണ്ട്, ഈ ഒരു സ്ട്രൈക്കിന് ശേഷവും യുഎസും ദോഹയുമായിട്ടുള്ള ഡിഫൻസിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വാഷിംഗ്ടണും ഇപ്പോ ഷാജൻ പറഞ്ഞതുപോലെ വാഷിംഗ്ടണും പിന്നെ ഖത്തറുമായിട്ടുള്ള ഒരു എന്താ പറയാ അവരുടെ ഒരു റിലേഷൻഷിപ്പ് കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു പ്രതിരോധ കരാറുകള് നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ട് നീങ്ങുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്നുള്ളത് നമുക്ക് അത് നോക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇതെല്ലാം തന്നെ ഒരു പ്ലാൻഡ് ആയിട്ട് ആരൊക്കെയാണ് ഇതിന്റെ പിന്നില്? ഒബ്വിയസ്ലി യുഎസ് സമ്മതിക്കില്ല, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ ഇതിങ്ങനെ ഇപ്പൊ വിൻസ് പറഞ്ഞതുപോലെ ആദ്യം ഒരു ഫ്ലൈറ്റ് വാങ്ങുന്നു, ഗിഫ്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് വാങ്ങുന്നു, ഡിഫൻസിന്റെ പ്രതിരോധ കരാറുകളിൽ സൈൻ ചെയ്യുന്നു. വീണ്ടും ഈ സ്ട്രൈക്കിന് ശേഷവും വാഷിംഗ്ടണും ഖത്തറും ദോഹയും ആയിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഡിഫൻസിന്റെ കാര്യങ്ങളിലും അവര് സൈൻ ചെയ്യുന്നു, ചർച്ചകൾ നടക്കുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത്, എന്തൊക്കെയോ അവിടെ ഒരു ഫിഷി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അത് ആരാണ് എന്താണെന്നുള്ളത് നമുക്കെല്ലാം അണ്ടർസ്റ്റുഡബിൾ ആണത്. ഈ കാര്യങ്ങൾക്ക് ആരാണ് ചുക്കാൻ പിടിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഖത്തർ അവരുടെ ആവശ്യമായിരുന്നിരിക്കാം, അവർ ആലോചിച്ചിരുന്നു, ഇത് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് ആരാണ്, ഇത് ഇവർക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരണമെന്നുണ്ടായിരുന്നിരിക്കാം. അതിനുള്ള സമയം ഇപ്പോഴായിരുന്നു വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഐക്യരാഷ്ട്രസഭ എന്താ പറയാ അവിടെയാണോ ഇവിടെയാണോ എന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് അവര് ഇതിന് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ഉണ്ടാകുമ്പോ എന്തായാലും അവർക്കത് അപലപിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ സ്ട്രൈക്കിന് ശേഷം ഉണ്ടായ ആ ഒരു സമ്മേളനത്തില് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തിൽ നിന്ന് ഇതിനെ അപലപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അമേരിക്കയുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പാകിസ്ഥാന്റെ പ്രതിനിധി ഇന്ററപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ററപ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ പാകിസ്ഥാന്റെ പേരെടുത്ത് വേറൊരു രാജ്യത്തിന്റെ പേരെടുത്ത് പറയുന്നത് യുഎന്നിന്റെ ഇതിനനുസരിച്ച് അത് നിയമവിരുദ്ധമാണ്, അത് നീക്കം ചെയ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇനി 4 സെക്കൻഡേ ഉള്ളൂ നിങ്ങൾക്ക് പറയാനുള്ളത്, തുടർന്ന് സംസാരിക്കാൻ ഇനി 4 മിനിറ്റ് യുഎസ് പ്രതിനിധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ യുഎസ് പ്രതിനിധി പറയുന്ന ആ വാക്കുകള് ശരിക്കും ഹമാസ് മാത്രമല്ല, അല്ലെങ്കിൽ പാലസ്തീൻ മാത്രമല്ല, ഖത്തർ മാത്രമല്ല, പാകിസ്ഥാനും അതിനോടൊപ്പം തന്നെ ഒരു ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 4 സെക്കൻഡ് ഉപയോഗിച്ചത്. ഇതൊക്കെ എന്തൊക്കെയോ ഒരു കണക്ഷൻ എവിടേക്കോ ഉള്ളതുപോലെ ഒരു തോന്നലാണ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈ ഫിഷിയാണെന്ന് പട്രീഷ്യക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് തോന്നുന്നത്, അത് നമ്മള് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇതൊക്കെ തോന്നുന്നത്. ഈ ഞാൻ പറഞ്ഞത് ഈ ചീഞ്ഞു നാറലാണ് അതാണ് നോർമൽ. ഞാനത് ഓപ്പൺ ആയിട്ട് പറയാത്തത് കൊണ്ടാണ്. കാരണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഇതൊക്കെ തന്നെയാണ്. കാരണം കറക്റ്റാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ ഷാജൻ ആദ്യം പറഞ്ഞതുപോലെ നെതന്യാഹു പറഞ്ഞു 1200 പേരെ കൊന്നത് നിങ്ങളുടെ 9/11 പോലെയാണെന്ന് പറഞ്ഞു. ഇത് 9/11 പോലെയല്ല, അതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ്. പ്രൊഫഷണലായിട്ട് നോക്കിയാൽ 41,000 അമേരിക്കൻസ് 9/11 മരിച്ചാലേ അത് ഈക്വൽ ആവുള്ളൂ. 41,000 41,000. നമുക്ക് 3,000 മരിച്ചിട്ടുള്ളൂ, 3000 സംതിങ് മരിച്ചിട്ടുള്ളൂ പ്രൊപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഈ 1200 പേരെ ഇവര് ഇസ്രയേലിൽ കയറി അറ്റാക്ക് ചെയ്തെങ്കിൽ അവർ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഇനി എന്താ അവർ ചെയ്യാൻ പോണെന്ന്.
ഉറപ്പല്ലേ? അതിനിടയ്ക്ക് ചർച്ചകളും ഇതെല്ലാം ഇങ്ങനെ നടക്കും, നയതന്ത്രമൊക്കെ നടക്കും. അതിനിടയ്ക്ക് അവിടുത്തെ ആൾക്കാർ അവരുടെ മക്കളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട്, റെഫ്യൂജീസിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അവര് റെഫ്യൂജീസിനല്ല മറ്റേ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ സമരം നടത്തുന്നു. അപ്പൊ അതിനോട് അവർക്ക് ആ പൊളിറ്റിക്സ് കളിക്കണം. അപ്പൊ ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതൊരു ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അല്ല ഇത്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എപ്പോഴും അങ്ങനെയാണ്. അല്ല, എന്നാണേലും ഇതിന്റെ അത് ഇസ്രായേലിന് ഖത്തറിനോടുള്ള ഒരു വിശ്വാസം ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം സാജൻ പറഞ്ഞ അത് ഞാൻ എഗ്രി ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഖത്തർ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. അതാ ഞാൻ പറയാൻ വന്നേ. ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ അടുത്ത ഒരു കാര്യം ഞാൻ വായിച്ചൊരു കാര്യം ഞാൻ പറയാം. ഈ ഇസ്രയേല് ഖത്തറിൽ ബോംബ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകള് സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ് ഈ 3 രാജ്യങ്ങള് കടന്നു വേണം ചെല്ലാൻ. 3 രാജ്യങ്ങൾ കടക്കുക മാത്രമല്ല, ബഹ്റൈന്റെ എയർ ഡിഫൻസിന്റെ സാറ്റലൈറ്റിനകത്തിൽ ആ റേഞ്ചിനകത്തിൽ കൂടിയാണ് ബഹ്റൈൻ ക്രോസ് ചെയ്യുന്നില്ലെങ്കിലും ആ ബഹ്റൈന്റെ എയർ ഡിഫൻസ് റേഞ്ചിനകത്തിലൂടെ വേണം ഇവരുടെ ഫൈറ്റർ പോകാൻ. എന്നിട്ട് സംഭവം ഇതാണ്, ഈ ബഹ്റൈനുമായിട്ടുള്ള റീസെന്റ് പീസ് ട്രീറ്റിക്ക് ശേഷം ഇസ്രയേൽ ജെറ്റുകളെ ബഹ്റൈന്റെ IFF റഡാറിനകത്തില് ഫ്രണ്ട്ലി ജെറ്റുകളായിട്ടാണ് അവര് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും അവർ ആ റേഞ്ചിൽ കൂടി പോയാൽ, ബഹ്റൈന്റെ എയർ ഡിഫൻസ് റേഞ്ചിനകത്തിലൂടെ ഈ ഇസ്രായേൽ ജെറ്റുകൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഈസിലി ഐഡന്റിഫൈ ഇറ്റ്. ഒരു സംശയം വേണ്ട. അത് മാത്രമല്ല, പിന്നെ ഈ ഗൾഫ് കൺട്രീസിൽ കുവൈറ്റിൽ ഉള്ളത് മുഴുവൻ US-ന്റെ എയർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ആണ്, അമേരിക്കയുടെ എക്യുപ്മെന്റ്സ് ആണ് അവിടെ എല്ലാം ഉള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഇന്നസെന്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലെ ഒരു ക്ലാരിറ്റി നോക്കിയേ. കുവൈറ്റ് ഉൾപ്പെടെ ഉള്ളിടത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന US-ന്റെ ഡിറ്റക്ഷൻ സിസ്റ്റത്തിനകത്തിൽ പെടാതെ എങ്ങനെയാണ് ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് പോകാം? അവർക്ക് ദേ ക്യാൻ ഷൂട്ട് ഇറ്റ് ഡൗൺ ഇൻ നോ ടൈം. ഈ പിന്നെ ഇസ്രായേൽ ഫൈറ്റേഴ്സ് പോകുന്ന വഴിക്ക് അവർക്കത് ഷൂട്ട് ഡൗൺ ചെയ്യില്ലേ? അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്, അൺലെസ് ദിസ് വാസ് സാങ്ഷൻഡ് ബൈ ഖത്തർ, I'm telling you, ഞാൻ വീണ്ടും പറയാണ്, അൺലെസ് ഇറ്റ് വാസ് സാങ്ഷൻഡ് ബൈ ഖത്തർ, അതുകൊണ്ട് മാത്രമാണ്, വിച്ച് ഈസ് വൈ ദേ ജസ്റ്റ് സ്റ്റാൻഡ് ഔട്ട്. ഇല്ലെങ്കിൽ ഖത്തറിന്റെ എമീർ നല്ല ഒന്നാന്തരം പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് എന്ത് സംഭവിച്ചു? അതൊരു കാര്യം. അവർക്ക് ചെയ്യാൻ പറ്റില്ല. പൈസ മാത്രമേ ഖത്തറിന്റെ കയ്യിലുള്ളൂ, മിലിറ്ററി ഇല്ല. They cannot do anything. They need US military. അപ്പോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇതിനകത്ത് ഖത്തറിനും കൈകളുണ്ട്. കാരണം എന്നറിയാവോ, ഖത്തറിന്റെ ആവശ്യമാണ് ഇനി ഹമാസിനെ തള്ളി പറയാന്നുള്ളത്. ഇല്ലെങ്കിൽ ഖത്തറിനറിയാം ഖത്തറിന്റെ അടുത്ത നാശം. കാരണം ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവന്മാരൊരു ബോധമില്ലാത്ത ഒരു കൂട്ടം സാധനങ്ങളല്ലേ. ഇവന്മാരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇതിനകത്ത് താമസിച്ചുകൊണ്ട് ഖത്തറിനിട്ട് പണി കൊടുത്താലോ? So I think Qatar knows it is high time. ഖത്തറിനോട് ഓൾറെഡി ഇസ്രായേൽ പലതവണ റിക്വസ്റ്റ് ചെയ്തു ബന്ദികളെ വിട്ടുകിട്ടാനായിട്ടുള്ള അതിനുവേണ്ടിയുള്ള മുൻകൈ എടുക്കണം എന്നുള്ള പലതവണയുള്ള അഭ്യർത്ഥനയും ഖത്തർ അതിനൊരു നെഗോഷിയേഷൻ ടാക്ടീസ് ആയിട്ട് അതിനകത്ത് അത്ര ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നുള്ളതാണല്ലോ ഇസ്രായേലിന്റെ ഒരു ചിന്താഗതി. അതാണ് അവര് ഇത്രയും കാലം വളരെ കാര്യമായിട്ട് ഈ ഖത്തറിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഖത്തർ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ അവരുടെ ആ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അവരത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇസ്രായേലിനൊരു വിശ്വാസം നഷ്ടപ്പെടുകയും, ഇസ്രായേൽ ഇപ്പൊ ഖത്തറിന്റെ അനുവാദത്തോടു കൂടിയാണെങ്കിലും, കാരണം അവരുടെ രാജ്യത്തെ ജനങ്ങളെയും കൂടെ കൂടി ഇതിന്റെ വിശ്വാസത്തിലെടുക്കണല്ലോ. അപ്പൊ ഇപ്പൊ അവര് എല്ലാരെയും കൂട്ടി ഇപ്പം ടർക്കിനെയും ഇറാനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാനാണല്ലോ ഇപ്പം ആ റീജിയനിൽ GCC മീറ്റിംഗ് ഒക്കെ വിളിച്ചു നടത്തിയത്. ഇസ്രായേലിനെ 5 അയൽവക്കത്തോടെ പോയി അടിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു രാജ്യവും ഇന്ന് ആ ഒരു കൺട്രിയുടെ കൊടുത്തില്ല. കാരണം അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ 100% ആയിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല. പക്ഷേ ഖത്തറിനും മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖത്തർ ഇനിയും ഇതിന്റെ അകത്തൊരു ഡബിൾ ഗെയിം കളിച്ചാൽ അത് ഖത്തറിന് കാര്യമായിട്ടുള്ള ഒരു ക്ഷീണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ ഈ കാര്യത്തിൽ ഇനി ഒരു ക്ഷമ കാണിക്കാനുള്ള സാധ്യതയില്ല. ഇനി വ്യാപകമായിട്ട് അവരൊന്ന് അടിച്ചു നോക്കി ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടതല്ലാതെ ഇനി അങ്ങോട്ട് വ്യാപകമായിട്ടുള്ള ഖത്തർ ആയതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇസ്രായേൽ അകത്ത് കയറി ആൾക്കാരെ തട്ടാതെ ഇരുന്നതെന്ന് തോന്നുന്നു. കാരണം അമേരിക്കയുടെ ഒരു സപ്പോർട്ടും ആ കാര്യത്തിൽ
ഒരു മൗനാനുവാദം ഇതുവരെ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ടായിരിക്കുകയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യം, ഖത്തറിന് നല്ല രീതിയിലുള്ള ക്ഷീണം കിട്ടുന്ന രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ, കാരണം UN ഇപ്പം യുണൈറ്റഡ് നേഷൻസിനെ ആ രീതിയിൽ ഇസ്രായേൽ കാണുന്നില്ല. ICC ഈ പറഞ്ഞ പോലെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനോ തൂക്കിക്കൊല്ലാനോ പറ്റുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്തില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊന്നും UN ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് എടുക്കുന്നത്. കാരണം ഈ ബന്ദികളെ തിരിച്ചു കൊടുത്തിട്ട് വേണ്ട ഇവന്മാർ ഇതിനകത്ത് എന്തൊക്കെ ഇവർക്ക് അടി കിട്ടാനുള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ, ബന്ദികളെ ഇപ്പോഴും അവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷമായിട്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനൊന്നും ആർക്കും മറുപടി പറയാനില്ല. അവരുമായിട്ട് എന്തിനു നെഗോഷിയേറ്റ് ചെയ്യണം? അടിച്ചു തകർക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയില്ലല്ലോ. ഇനിയിപ്പം ഇസ്രായേലിന്റെ ലാസ്റ്റ് റിസോർട്ട് ഒരു കാരണവശാലും ഇനി പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷന് പോലും ഇസ്രായേൽ ഇനി അനുവദിക്കാൻ പോകുന്നില്ല. ഈ രാജ്യം തീർന്നു. ഇനി വേണമെങ്കിൽ പാലസ്തീനുള്ള ആൾക്കാർക്ക് സിറിയയിലോ ജോർദാന്റെ കുറച്ച് സൈഡിലോ ഒക്കെ ആയിട്ട് ഒരു സെറ്റിൽമെന്റ് ആയിട്ട് വേറൊരു രാജ്യമായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം, അതും അവർക്കൊരു രാജ്യം എന്നുള്ള രീതിയിലുള്ള സ്റ്റാറ്റസ് കൊടുക്കാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇസ്രായേൽ തയ്യാറാവുകയില്ല. കാരണം രാജ്യം എന്നുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആയുധങ്ങൾ വാങ്ങാനുള്ള അധികാരം കിട്ടും, അവർക്ക് സ്വന്തമായിട്ട് എയർപോർട്ട് ഉണ്ടാക്കാനുള്ള അധികാരം കിട്ടും. അതൊക്കെ ഇസ്രായേലിനൊരു തെറ്റായതുകൊണ്ട് അങ്ങോട്ടേക്ക് ഈ തീവ്രവാദികളുടെ ഒരു ഒഴുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഇസ്രായേലിന് ചുറ്റുവട്ടത്ത് ഈ പാലസ്തീൻ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇതിനെല്ലാം ഫണ്ട് ചെയ്യുന്ന ഖത്തറിനെ ഇനി വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഇപ്പോൾ കാണുന്നില്ല. ഞാനൊരു കാര്യം പറയാം. ഇതിനകത്തിലൊരു കാര്യമുള്ളത്, എനിക്ക് തോന്നുന്നില്ല ഇസ്രയേൽ ഖത്തറിനെ ഇനി അടിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഇത് ജസ്റ്റ് ഒരു വാണിംഗ് ആയിരുന്നു. ഇത് അവിടെ കഴിഞ്ഞു. എന്റെ ഒരു ഐ ബിലീവ് ദ സെയിം തിങ്. ഷാജൻ ഇപ്പൊ പറയുന്നത് പോലെ തന്നെ അവരുടെ ഈ ഹമാസിന്റെ ആൾക്കാർ വളരെ റോയൽ ആയിട്ട് ഈ ഖത്തറിൽ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വലിയ ഫ്ലാറ്റുകളിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ഇരുന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇസ്രായേൽ പറയുന്ന പോലെ കേൾക്കേണ്ടവർക്ക് ആവശ്യമായ ഇൻഡിവിജ്വൽസിന് ഇല്ല. അവര് ഹമാസ് എന്ന് പറഞ്ഞ് പാലസ്തീനിലെ ജനങ്ങളുടെ പേരും പറഞ്ഞ് അവര് സുഖമായിട്ട് ദോഹയിൽ ജീവിക്കുവാണ്. ഇസ്രായേൽ ഈ അറ്റാക്ക് ചെയ്തത് അത് തീർന്നു. ആ സേഫ് ഹാവൻ ഈസ് ഓവർ. ചിലപ്പോ ഈ സ്ട്രൈക്ക് ഇപ്പോ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇത് എല്ലാം അറിവോട് ചെയ്തത് തന്നെ ഈ ഒരു നെഗോസിയേഷൻ ഇനി ഖത്തറിൽ ഇനി നടത്തണ്ട എന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നെഗോസിയേഷൻ അതല്ല ഞാനത് പറയാൻ വന്നത്. ഞാനത് പറഞ്ഞു തീർക്കാം. ഞാൻ പറഞ്ഞത് ഇത് ഒന്നുകിൽ ഖത്തറിന്റെ അറിവോടെ, ഇല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അറിവോടെ, ആരുടെയെങ്കിലും അറിവോടുകൂടി ഈ ഒരു സ്ട്രൈക്ക് ഖത്തറിൽ നടത്തിയത് ഇനി ഇങ്ങനെ ഒരു നെഗോസിയേഷൻ ഇനി ഖത്തറിൽ ഇനി നടത്തണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഇവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം തലവന്മാർ അവിടെ ഇരിക്കുന്ന ആ ഒരു സംവിധാനം ഇനി അവിടെ വേണ്ട എന്നുള്ളത് തീരുമാനം എടുക്കാൻ ഖത്തറിന് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു സ്ട്രൈക്ക് ആയതാണെങ്കിലോ? അതാ ഞാൻ പറഞ്ഞു വന്നത്. ഒന്നെങ്കിൽ അത് ഖത്തറിന്റെ അറിവോടെയാകാം. ഞാനത് ആദ്യമേ എംഫസൈസ് ചെയ്തു. ഒന്നെങ്കിൽ ഖത്തറിന്റെ ഒരു അറിവോടുകൂടി ഖത്തറിന് ഹമാസിന്റെ അടുത്ത് ഒരു മുൻകൂർ ജാമ്യം എടുക്കാനായിട്ടുള്ള ഒരു ടാക്ടിക് ആകാം ഇത്. നിങ്ങൾക്ക് ഇനി ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് അടി കൊള്ളാൻ വയ്യ, ഒന്നെങ്കിൽ നിങ്ങൾ സീസ് ഫയർ, നിങ്ങൾ ഇസ്രായേലുമായിട്ട് നിങ്ങൾ അത് സെറ്റിൽ ചെയ്ത് കൊടുക്കുക, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് കൈയെടുക്കുകയാണ്. ഓപ്ഷൻ നമ്പർ 1. അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക ഖത്തറിനോട് പറയുകയാണ്, ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കഴിഞ്ഞുള്ളൂ ഖത്തർ. അപ്പൊ ഇസ്രായേൽ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അമേരിക്ക ധർമ്മസങ്കടത്തിലാവും. അത് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇതിനകത്തിൽ ഇപ്പോൾ ഖത്തർ ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്നായാലും ഖത്തറിന്റെ തന്നെ ഭാഗത്ത് നിന്നായാലും ഖത്തർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഹമാസിന്റെ നേതാക്കന്മാരെ ഖത്തർ പടി അടച്ച് പിണ്ണം വെക്കും, ഒരു സംശയവും വേണ്ട. അത് വെപ്പിച്ചിരിക്കും. ഒന്നുകിൽ ഇസ്രായേല് ജിൻസ് പറഞ്ഞ പോലെ അടിച്ചു വെപ്പിച്ചിരിക്കും, ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്ക നെഗോഷിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഞാൻ വേറൊരു അപകടം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ പ്രസിഡന്റ് ട്രംപിന്റെ ടേം തീരുന്നതിന് മുൻപേ ഹമാസിന്റെ ഇസ്രായേലുമായിട്ട് ഒരു സീസ് ഫയർ ഉണ്ടാകുകയും ഗാസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഇവന്മാര് ഇതിലും വലിയ ബുദ്ധിമുട്ട് നേരിടാൻ പോവാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ 2028 ഇനിയിപ്പോ ഒരു കാരണവശാലും ഒരു ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ചാർലി കിർക്കിന്റെ മരണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന സംഭവവികാസം കൊണ്ട് അടുത്ത ഒരു 2-3-4 ടേം ഈ മിഡ് ടേം ഉൾപ്പെടെ ഇവന്മാര് പ്രതീക്ഷിക്കുക വേണ്ട. അമ്മാതിരി ആന്റൈ ലെഫ്റ്റ് ആന്റൈ ഡെമോക്രാറ്റ് ഒരു വേവ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ 28-ൽ പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള രണ്ടുപേര്, ഒന്ന് മാർക്കോ റൂബിയോ അല്ലെന്നുണ്ടെങ്കിൽ JD വാൻസ്. രണ്ടുപേരും അടാറ് ഇസ്രായേൽ സപ്പോർട്ടേഴ്സ് ആണ്. മാർക്കോ റൂബിയോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ JD വാൻസിനെ കാട്ടിലാണ്. ഒരു ഹമാസിനെതിരെ സെനറ്റിൽ ഇരിക്കുമ്പോൾ പോലും ഹമാസിനെതിരെ വളരെ ശക്തമായിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷനെതിരെ ശക്തമായിട്ട് സംസാരിച്ചിരുന്ന ആളാണ് മാർക്കോ റൂബിയോ. അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ദാക്ഷിണ്യം പോലും ഇവരിൽ ആരെങ്കിലും US പ്രസിഡന്റ് ആയാൽ ഹമാസിനെന്നല്ല ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരുത്തനും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ ചിന്ത, എത്രയും പെട്ടെന്ന് ഇവന്മാർ ഇതിനകത്ത് ഒരു സീസ് ഫയർ ആക്കി കഴിഞ്ഞാൽ ഇവന്മാർക്ക് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ വുഡ് ബി മോർ ആൻഡ് മോർ സ്ട്രോങ്ങർ. ഖത്തർ എന്നല്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു ചിന്ത ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഖത്തറിനോട് ഇനി ഒരു സോഫ്റ്റ് കോർണർ ഇസ്രായേൽ കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഖത്തറിന് പേടിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഖത്തർ എല്ലാ കാര്യത്തും എല്ലാ രാജ്യങ്ങളെയും വരുതിക്ക് നിർത്തുക, UN പോലും വരുതിക്ക് നിർത്തുന്ന അവർ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ചെയ്തിട്ടാണ് പല രാജ്യങ്ങളെയും കൂടെ നിർത്തിയിട്ടുള്ളത്. യൂറോപ്പിലെ പല, ഇപ്പൊ ഇംഗ്ലണ്ട് തൊട്ട് പാരീസ് തൊട്ട് പല രാജ്യങ്ങളിലും ഖത്തറിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പം അമേരിക്കയിലും ഉണ്ട്, എല്ലായിടത്തും ഈ ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഖത്തർ അത് വളരെ കൃത്യമായിട്ട് പേടിക്കണം. ഒരു സാങ്ഷൻ എങ്ങാനും ഇറാനെതിരെ വന്നതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ പണമെല്ലാം ഫ്രീസ് ചെയ്യപ്പെടും. കാരണം അറിയാലോ, അമേരിക്കയും അല്ലെങ്കിൽ യൂറോപ്പിലെ ഈ രാജ്യങ്ങളും ഒക്കെ ഏത് രീതിയിലുള്ള കളികളാണ് കളിക്കണേ എന്ന് പറയാൻ പറ്റിയില്ല. ഖത്തറിന് ഒരു പരിമിതിയുണ്ട്. ഇനി അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, കാരണം ഞങ്ങൾക്ക് ഈ സുരക്ഷിതമല്ല, അതുകൊണ്ട് അമേരിക്കയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ ആ രീതിയിലുള്ള ചർച്ചകളാണല്ലോ നടന്നത്. കാരണം അമേരിക്കയുടെ ഒരു സപ്പോർട്ട്, കാരണം അമേരിക്ക പ്രൊട്ടക്ഷൻ നൽകിയിട്ടും ഇസ്രായേൽ ഞങ്ങളെ കയറി അടിച്ചു. അതുകൊണ്ട് മറ്റുള്ള ഇപ്പം ഈ ഖത്തറിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് പുറകിൽ നിന്ന് കളിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു താല്പര്യത്തിന് പുറത്ത് എങ്ങാനും ഖത്തറിന് എന്തെങ്കിലും രീതിയിൽ ഒരു ചായ്വ് ഉണ്ടാ ചിന്തിക്കാൻ പോലും പറ്റിയല്ല. കാരണം അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ അടിയാധാരം വരെ അമേരിക്കയുടെ കയ്യിലിരിക്കുന്നിടത്ത് ഇനി വേറെ ഒരു പ്രൊട്ടക്ഷനെ അവർക്ക് ഒരു രാജ്യത്തെ മാറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാലാവസ്ഥയിലല്ല അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമാണ്. ഒന്നെങ്കിൽ ഹമാസിനെ തീർക്കുന്നതിനായിട്ട് അവർക്ക് കൂടെ നിൽക്കുക, അവരെ രാജ്യത്തെ അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ പുറത്താക്കാനുള്ള നടപടി കൊടുക്കുക, ബന്ദികളെ തിരിച്ചേൽപ്പിക്കാനുള്ള പ്രഷർ ഹമാസിന്റെ അടുത്ത്. ഇനി ഖത്തറിനുള്ളതുപോലെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഹമാസിന്റെ അടുത്ത് വേറെ ഒരു രാജ്യത്തിനുമില്ല, വേറെ ഒരു സംഘടനയ്ക്കും ഇല്ല. ഖത്തർ മാത്രം തീരുമാനിച്ചാൽ മാത്രമേ, കാരണം ഖത്തറാണ് ഇവർക്കെല്ലാം ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഖത്തറിന്റെ ഫണ്ട് ഉണ്ടായിരുന്നു. അൽ ജസീറ എന്ന് പറഞ്ഞ ചാനലൊക്കെ പാലസ്തീനിൽ നിന്നുണ്ടായ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി എന്തെല്ലാം വർക്കാ ചെയ്യണം. തീവ്രവാദികളെയാണ് പ്രസ് പാസും കൊടുത്തുകൊണ്ട് പലസ്തീനിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അതായത് അവിടെ എടുക്കുന്ന പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ആൾക്കാരെ മേക്കപ്പ് അണിയിച്ച് രക്തം പറ്റിച്ച് അങ്ങനെയൊക്കെ എന്തെല്ലാം പരിപാടികളാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി. ഇതിനകത്തൊക്കെ UN ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഇത്രയും ആ UN എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ തന്നെ പൊളിച്ചു കളയുന്ന ഒരു നേതൃത്വമാണ് യുവിന്റെ തലപ്പത്തിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് നടക്കാൻ പോകുന്നത്. യുഎന്നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പണ്ട് ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഈ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലീഗ് ഓഫ് നേഷൻസ് ഒരു പട്ടിയാണ്, ആ പട്ടി കടിക്കും പക്ഷെ കുരയ്ക്കും പക്ഷെ കടിച്ചിട്ടില്ല, ഇനി ഒരിക്കലും കടിക്കുകയുമില്ല. ആ ഒരു കണ്ടീഷനിലാണ് UN ഇരിക്കുന്നത്. UN ഈസ് ഇറലവന്റ്. അതുപോലെ തന്നെയാണ് GCC. ഇപ്പൊ ഈ GCC ഇപ്പൊ ഇന്നലെ മീറ്റിംഗ് നടത്തിയത് പട്രീഷ്യ പറഞ്ഞു, ഇതെല്ലാം ഒരു പ്രഹസനമാണ്. ഇപ്പൊ ഷാജൻ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നു ഇത് ഖത്തറും അമേരിക്കയും അറിഞ്ഞുകൊണ്ടാണ് ഈ അറ്റാക്ക് നടന്നത്. ദേ ആർ ട്രൈങ് ടു ഡിസോൺ. ഇപ്പം ഈ ടെററിസ്റ്റുകൾക്ക് ഈ സേഫ് ഹാവൻ ഒഴിവായി കഴിഞ്ഞാൽ അവരും ഈ റിയാലിറ്റിയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് പാലസ്തീനിൽ പോയി അവർക്ക് പാലസ്തീനികളുടെ നേതാക്കന്മാരായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് അവിടെ സ്ഥിരമായിട്ട് ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരും ഫേസ് ചെയ്യാൻ പോകുന്ന റിയാലിറ്റിയാണ്. ഞാനിതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ, അതായത് ഇപ്പൊ ഇറാനിലെ ന്യൂക്ലിയർ അറ്റാക്ക് ഉൾപ്പെടെ, ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്തത് ഉൾപ്പെടെ, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് വളരെ ഒരു സ്കീമാറ്റിക്, വളരെ നല്ലൊരു പ്ലാനിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇറാനെ ന്യൂട്രലൈസ് ചെയ്തു. ഇറാൻ ഇപ്പോൾ ഒരു കപ്പാസിറ്റി ഇല്ല, ആരെ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. നൗ ഖത്തറിനോട് പറയുന്നു യു ആർ നോട്ട് ഗോയിങ് ടു ബി എ റിലയബിൾ പാർട്ട്ണർ ഫോർ ഹമാസ്. അപ്പോ ഇത് കഴിഞ്ഞ് ട്രംപ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വിറ്റ്കോഫ് വളരെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പാലസ്തീൻ, ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിനെ ദുബായ് പോലൊരു കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു. അപ്പൊ അതിനകത്ത് ഇവരിൽ പലർക്കും നോട്ടമുണ്ട്. ഈ ഖത്തറിന്റെ നേതാക്കന്മാർക്ക് നോട്ടമുണ്ട്, സൗദിയിലെ നേതാക്കന്മാർക്ക് നോട്ടമുണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അതിനൊരു വലിയ സിറ്റിയാക്കി മാറ്റാനും. അപ്പൊ അതിനകത്തും നാച്ചുറലി ഇത് പാലസ്തീനിന്റെ കൺട്രോള്
ഈ ഗാസ സ്ട്രിപ്പിന്റെ കൺട്രോൾ ഇസ്രായേലിന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് ഇത് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഗെയിമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ GCCയും UN എല്ലാം ഇത് ജസ്റ്റ് പ്രഹസനമാണ്, ജനങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള, അല്ലെങ്കിൽ ഈ തീവ്രവാദികളായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ ഒരു പൊങ്ങിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഈ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടാണ്. സൗദിയുടെ നേതാവും ഖത്തറിന്റെ നേതാവും ട്രംപും നെതന്യാഹുവും they are all making a plan. അത് മനസ്സിലാകാത്തത് മീഡിയ വൺ ചാനലുകാർക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അല്ല, ഇനിയിപ്പം ഖത്തറിന് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്ത് ഒരു ഡബിൾ ഗെയിം കളിക്കാനുള്ള സാധ്യതയില്ല. ഖത്തർ വളരെ സൂക്ഷിച്ച് പെരുമാറുന്നത് ഹമാസിനെ നിരായുധരാക്കാനുള്ള പണികൾക്ക് മുൻകൈ എടുക്കുന്നതും തന്നെയായിരിക്കും ആ രാജ്യത്തിന് നല്ലത്. നമുക്ക് ഇന്നത്തെ ചർച്ചയുടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.